എന്താണ് എന്തിനാ എന്റെ കുട്ടി ഇങ്ങനെ കരയണത്? അവിടെ എല്ലാരും എന്നെ വേറിട്ട് കാണുപ്പ, എല്ലാരും എന്നെ ഉപദ്രവിക്കുക, ഇപ്പൊ സ്ത്രീധനം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ എനിക്ക് തോന്നുകയാണ് ഓര് പെട്ടെന്നുള്ള ദേഷ്യത്തില് പറഞ്ഞതേ കാലം ഇജത് ക്ഷമിച്ചാളാ. ഇനി ക്ഷമിക്കാൻ പറ്റില്ല ഇപ്പൊ, ഞാൻ അങ്ങോട്ട് വേദിയൊക്കെ പറ്റണില്ല. ഇതൊന്നും ഭർത്താവ് പോലും കൂടെ നിൽക്കണില്ലപ്പ. ഇപ്പൊ അനിവാദം വിറച്ച് കിടന്നിട്ട് പോലും ഒരു ഗുളിക പോലും വാങ്ങി തന്നിട്ടില്ല. ഇജൊരു ഉമ്മല്ലാത്ത കുട്ടിയാണ്, പോരാത്തതിന് വാപ്പാക്ക് തീരെ വെജ്ജ. ഇവിടെ വന്നു കഴിഞ്ഞാലേ അന്ന ആര് നോക്കാനാണ്? എങ്ങനെ ജീവിക്കാനാ? ഞാൻ അങ്ങോട്ട് വരിക, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം, അല്ലാതുണ്ടെങ്കിൽ ഞാൻ മരിക്കും. ഇപ്പൊ അത്രക്ക് സഹിക്കുന്നില്ല. ഇപ്പൊ എന്റെ കുട്ടി മരിക്കണ കാര്യമൊന്നും പറയല്ലേ, അങ്ങനൊന്നും ചിന്തിക്കാൻ തന്നെ പാടില്ല. ആ ഫോൺ ഇട്ട് കാട്ടിക്കാണി. ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളൊക്കെ വേണ്ടാത്ത ഓരോന്ന് ചെയ്യുന്നത്. ഞാൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം ഡാ, ഞാൻ എന്നെ കൂട്ടാനേ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഇജ് റെഡിയായി നിക്ക്, ബാക്കി നമുക്കേ ബെഡിനോട്ട് വെച്ച് കാണാം. വാപ്പ ഭർത്താവിന്റെ വീട്ടുകാരെ പീഡനം സഹിച്ചു ക്ഷമിച്ച് നിൽക്കണം പറഞ്ഞതുകൊണ്ടാണ് പല പെണ്ണുങ്ങളും ജീവനോടില്ലാത്തത്. നമ്മളെ മക്കളെ നമ്മളെ നോക്കേണ്ടത്. ഓരോരോ നിമിഷം ചേർത്ത് പിടിച്ചാൽ മതി, ഓര് ഹാപ്പിയായി ജീവിച്ചോളും.